അപ്പൊ കഥയിലേക്ക് വരാം. ഇപ്പൊ സ്റ്റോണിന്റെ കാര്യം പറയുമ്പോഴാണ് ഒരു ദിവസം 5 സഞ്ചാരികൾ ഇങ്ങനെ മണലാരണ്യത്തിലൂടെ മരുഭൂമിയിലൂടെ കുതിരപ്പുറത്ത് യാത്ര പോവുകയാണ്. അങ്ങനെ യാത്ര പോയി പകൽ അവസാനിച്ചു, രാത്രിയായ സമയത്ത് ശ്രദ്ധയോടെ കേൾക്കാൻ ചിലപ്പോൾ ഗുണം ചെയ്യും. അങ്ങനെ രാത്രിയായ സമയത്ത് ഇവരിങ്ങനെ യാത്ര തുടരുകയാണ്. ഏകദേശം സമയം ഒരു 10 മണി ഉറങ്ങാനുള്ള സമയമായിക്കൊണ്ടിരിക്കുന്നു. ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം. അപ്പൊ ആ സമയമായി. നല്ല ഇരുട്ടാണ്. എങ്കിലും ഒരു പരമാവധി ദൂരം കവർ ചെയ്യാനുള്ള ലക്ഷ്യത്തോടെ കുതിരപ്പുറത്ത് ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തേണ്ടതുണ്ട്. ലക്ഷ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റൊരു കഥ വരുന്നുണ്ട്. ആ കഥ പിന്നീട് പറയാം. യെസ്, ഞാനൊരു കഥകളുടെ ചെറിയ രാജകുമാരനാണ്. കുറെ കഥകൾ എന്റെ പോക്കറ്റിൽ ഇങ്ങനെ. യെസ്, പറഞ്ഞത് അങ്ങനെ ഈ സഞ്ചാരികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്നാണ് ഒരു അശരീരി കേൾക്കുന്നു. അങ്ങനെ കേട്ടത് ഇതാണ്: സഞ്ചാരികളെ താഴെ ഇറങ്ങുകയാണ്. പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ള സഞ്ചി എടുക്കാൻ പറഞ്ഞു. സഞ്ചി എടുത്തോ, താഴെയുള്ള കല്ലുകൾ പെറുക്കിയെടുത്തോളൂ എന്ന് പറഞ്ഞു. താഴെയുള്ള കല്ലുകൾ പെറുക്കിയെടുക്കൂ എന്നാണ് പിന്നീട് കേട്ട ശബ്ദം. അപ്പൊ അത് രണ്ടാള് എന്ത് ചെയ്യുന്നു, പറഞ്ഞതനുസരിച്ച് കല്ലെടുത്തു. മറ്റു രണ്ടുപേരും പറഞ്ഞു, പിന്നെ ഈ പാതിരാത്രിക്ക് ഈ കല്ല് വെക്കാൻ പോകുന്നു, വേറെ പണിയൊന്നുമില്ല. അല്ല, ദൈവം വീണ്ടും ശരിക്കും മുഴക്കി, നാളെ രാവിലെ നേരം വെളുക്കുമ്പോൾ നിങ്ങളിൽ ചിലർ സന്തോഷിക്കും, ചിലർ ദുഃഖിക്കും. ഇതായിരുന്നു അവസാനം പറഞ്ഞ വാക്കുകൾ. നിങ്ങൾ യാത്ര തുടർന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇവര് ഏതായാലും പോയി അവരുടെ അക്കോമഡേഷൻ സെന്ററിലെത്തി. പിറ്റേ ദിവസം രാവിലെ ഒരു കൗതുകം എന്ന നിലയ്ക്ക് സഞ്ചി തുറന്നു നോക്കി. സഞ്ചി തുറന്നു നോക്കിയപ്പോൾ ഞെട്ടി. രണ്ടുപേരുടെ കയ്യിൽ സഞ്ചിയുടെ ആ രണ്ടുപേർക്കും സന്തോഷം അടക്കാനായില്ല. മറ്റുള്ളവരാകെ ദുഃഖത്തിലായി. എന്താ കാര്യം? ഈ കല്ലുകൾ എന്ത് കല്ലുകളായിരുന്നു? ആ കല്ലുകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. എന്ത് കല്ലുകളായിരുന്നു? വൈരക്കല്ലുകളായിരുന്നു, ഡയമണ്ട് ആയിരുന്നു. കിട്ടിയ ആളുകൾ ധനികന്മാരായി മാറി. മറ്റുള്ളവർ എന്തായി മാറി? അവര് പിന്നെയും പഴയ അവസ്ഥയിൽ തന്നെ പോയി. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ചില ഈശ്വരവചനങ്ങൾ നമുക്ക് അങ്ങനെ തന്നെ വിളിക്കാം, അല്ലെ? ചിലപ്പോൾ ഈ ക്ലാസ് റൂമിലും ഉണ്ടായെന്ന് വരാം. അങ്ങനെ അശരീരിയായിട്ടാണ് ഞാനും, അല്ലെങ്കിൽ ബീന ടീച്ചറും പിന്നെ ശ്രുതി ടീച്ചറും മറ്റു അധ്യാപകരും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ വരാം. ഞങ്ങൾ പറയുന്ന വാക്കുകൾക്കിടയിൽ ചില കല്ലുകൾ ഉണ്ടാവാം. ആ കല്ലുകൾ നിങ്ങൾ പെറുക്കിയെടുത്ത് പോക്കറ്റിൽ സൂക്ഷിച്ചോളൂ. നിങ്ങളുടെ ജീവിതത്തിലും ചിലപ്പോൾ ഗുണം സംഭവിച്ചേക്കാം. നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കഥ ഇവിടെ അവസാനിപ്പിക്കും.